പ്രിയപ്പെട്ട കൂട്ടുകാരെ, SIR 2025 പ്രവർത്തനങ്ങൾ നമ്മുടെ നാടൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. SIR എന്ന് വെച്ചാൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നുവെച്ചാൽ നമ്മുടെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന പ്രവർത്തനമാണ് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ 2005 വോട്ടർ പട്ടികയും 2002 വോട്ടർ പട്ടികയും വെച്ചുകൊണ്ടാണ് ഈ ശുദ്ധീകരണം നടക്കുന്നത്. ഇപ്പോൾ 2002 വോട്ടർ പട്ടിക ഇതുപോലൊരു ശുദ്ധീകരണം നടത്തിയത്. അതുകൊണ്ടാണ് 2002 വോട്ടർ പട്ടിക ഇതിൻ്റെ ബേസായിട്ട് എടുക്കുന്നത്. അപ്പം 2002 വോട്ട് ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ 2002 വോട്ടർ പട്ടികയിൽ ഉള്ള ഒരാൾ അതിനുശേഷം എത്ര വോട്ട് ചെയ്താലും ആ വോട്ടർ പട്ടികയിലൊന്നും നമ്മൾ ലിങ്ക് ചെയ്യുന്നില്ല. 2002 വോട്ടർ പട്ടികയിൽ മാത്രമാണ് നമ്മൾ ഈ 2025 വോട്ടർ പട്ടികയോട് ലിങ്ക് ചെയ്യുന്നത്. പലരും വിളിച്ച് സംശയം ചോദിക്കുന്നത്, 2007 വോട്ട് ചെയ്തു, 2012 വോട്ട് ചെയ്തു, ആ വോട്ടർ പട്ടികയിലുണ്ടല്ലോ, ഇനി എന്താ ഇതിന് വേറെ 2002 പിന്നെ എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. 2002 നമ്മുടെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടന്നത്. അതുകൊണ്ട് 2002 വോട്ടർ പട്ടികയുമായി ആണ് നമ്മുടെ 2025 വോട്ടർ പട്ടിക കണക്ട് ചെയ്യുന്നത്. ആമുഖമായിട്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഇപ്പോൾ ഞാൻ ഈ ഫോം ഫില്ല് ചെയ്യുന്ന കാര്യമാണ് ഒന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് BLOമാരാണ് നമ്മുടെ വീടുകളിൽ ഈ ഫോം എത്തിക്കുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന ഫോം എത്തിക്കുന്നത് BLOമാരാണ്. 2025 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും BLOമാർ നമ്മുടെ വീടുകളിൽ കൊണ്ടുവന്ന് ഈ ഫോം നമ്മൾ ഏൽപ്പിക്കും. അപ്പോൾ പലർക്കും ഈ ഫോം ഫില്ല് ചെയ്യാൻ അറിയില്ല. ഈ ഫോമിന് 4 ഭാഗങ്ങളാണുള്ളത്, ശ്രദ്ധിച്ചല്ലോ. ഏറ്റവും മുകളിൽ കണ്ടോ, വോട്ടറുടെ പേര്, എപ്പിക് നമ്പർ, വിലാസം, ആ ഭാഗം ഒരു ഭാഗത്ത്. ആ വോട്ടർ ഏത് ക്രമനമ്പറിലാണ്, ഏത് ബൂത്തിലാണുള്ളത് മറ്റൊരു ഭാഗം. അത് കഴിഞ്ഞാൽ QR കോഡ് സ്കാൻ ചെയ്തത്, ആ ആളുടെ ഫോട്ടോ, ഇനിയും വേറെ ഫോട്ടോ ഒട്ടിക്കണമെങ്കിൽ ആ ഒരു സ്പേസും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞുള്ള ഭാഗമാണ് നമ്മൾക്കുള്ളത്. ഈ മുകളിൽ ഭാഗം ഇവിടെ 2025 വോട്ടർ പട്ടികയിൽ ഉള്ളവരുടെ വിവരങ്ങൾ എഴുതാന്നില്ലേ, ആ ഭാഗമാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഒന്നാമത്തെ ഭാഗം. അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട നമ്മുടെ ഫോമാണ് നമുക്ക് തരുന്നത്. ആ ഫോമിൽ ഉൾപ്പെട്ട ആളിൻ്റെ ജനന തീയതിയാണ് നമ്മളിവിടെ എഴുതേണ്ടത്. എഴുതുമ്പോൾ നമ്മൾ ബോൾ പെൻ വെച്ച് നല്ല വൃത്തിയായിട്ട് വെട്ടിത്തിരുത്തലുകളില്ലാതെ എഴുതുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് ആധാർ നമ്പർ ആണ് കൊടുക്കേണ്ടത്. അത് ഓപ്ഷനാണ്. ആധാർ ഉള്ളവർ കൊടുക്കുക, ഇല്ലാത്തവർ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ആളിൻ്റെ മൊബൈൽ നമ്പർ, നമ്മുടെ തന്നെ മൊബൈൽ നമ്പർ കൊടുക്കാൻ നോക്കണം. ഇപ്പം 18 വയസ്സുള്ള കുട്ടികൾക്കും ഫോണുണ്ട്, അതുകൊണ്ട് അവർക്ക് ഫോൺ നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ നമ്പർ കൊടുക്കുക. ഒരു ഫോൺ നമ്പർ നിർബന്ധമായിട്ട് കൊടുക്കണം. പിന്നെ ആ വോട്ടറുടെ പിതാവിൻ്റെ പേര്, പിതാവിൻ്റെ ID കാർഡ് നമ്പർ, മാതാവിൻ്റെ പേര്, മാതാവിൻ്റെ ID കാർഡ് നമ്പർ, ഭർത്താവോ ഭാര്യയാണെങ്കിൽ പങ്കാളിയുടെ ഫോൺ നമ്പർ. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ഇത് 2025 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട മുകളിൽ പ്രതിപാദിച്ച പേരുള്ള ആൾ കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഭാഗമാണ് കണ്ടോ, ഈ വോട്ടർ 2002 പട്ടികയിൽ ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ ഇവിടെ എഴുതുക എന്നുള്ള ഭാഗമല്ലേ. ആ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ 42 വയസ്സിന് മുകളിലുള്ള ഒരാളിന് മാത്രമേ 2002 വോട്ടർ പട്ടികയിൽ പേര് വരാൻ സാധ്യതയുള്ളൂ. പേര് വരാതിരിക്കാനുണ്ട്. 50 വയസ്സുള്ള ആളിന് 2002 വോട്ടർ പട്ടികയിൽ പേര് വരാതിരിക്കാനുണ്ട്. കക്ഷി ആ സമയത്ത് നാട്ടിലില്ല, വിദേശത്തായിരുന്നു, വോട്ടർ പട്ടികയിൽ പേര് ചേർത്തില്ല എങ്കിൽ ആ ആളുടെ പേര് ഇവിടെ കാണില്ല, 2002 വോട്ടർ പട്ടികയിൽ കാണില്ല. അപ്പോൾ ആ ആൾ 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്നുള്ളത് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുവഴി നമുക്ക് നോക്കാൻ സാധിക്കും. അത് ഞാനത് പറയാം. www ചീഫ് ഇലക്ഷൻ ഓഫീസർ അതിൻ്റെ ceo.kerala.gov.in എന്ന സൈറ്റിൽ കയറി വോട്ടേഴ്സ് കോർണർ എന്നൊരു ലിങ്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനകത്ത് SIR 2000 എന്ന് പറയുന്ന വേറൊരു പേജുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ജില്ല കൊടുക്കുന്നു, അസംബ്ലി മണ്ഡലം കൊടുക്കുന്നു, നമ്മുടെ പേര് കൊടുത്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് ഈ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് നോക്കുന്നത്. അല്ല എങ്കിൽ നമ്മുടെ BLOമാരോട് നമ്മൾ പറയുകയാണ്, ഞാൻ 2002 ഇന്ന ജില്ലയിൽ ഇന്ന നിയോജക മണ്ഡലത്തിലായിരുന്നു ഉണ്ടായിരുന്നത്, അവിടുത്തെ ഒന്ന് നോക്കുവാൻ പറഞ്ഞാൽ ആ BLO അവരുടെ മൊബൈൽ ആപ്പ് വഴി അത് സെർച്ച് ചെയ്ത് നമ്മുടെ പേര് കണ്ടെത്തി നമുക്ക് പറഞ്ഞു തരും. പിന്നെ BLOമാർക്കെല്ലാം നല്ല തിരക്കുള്ളവരാണ്. 1 മാസം കൊണ്ടാണ് SIRൻ്റെ പണി കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ പലർക്കും മക്കളൊക്കെ ഉണ്ട്. ആ മക്കളോട് കാര്യങ്ങൾ പറഞ്ഞാൽ അവർ ഒഴിവുള്ള സമയം ആ വോട്ടർ പട്ടികയിലെ പേര് കണ്ടെത്തി നമുക്ക് തരും. അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ വെക്കുക. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ് ഈ ഭാഗത്ത്
പൂരിപ്പിക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് വേണ്ടത് വോട്ടറുടെ പേര്. 2002 നമ്മുടെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ ആ വോട്ടറുടെ പേരെന്താണ്, അതിൻ്റെ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ, അന്നത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോ പതിച്ച തിരിച്ചൽ കാർഡുണ്ടല്ലോ അതിൻ്റെ നമ്പർ വേണം. പിന്നെന്താണ്, ബന്ധുവിൻ്റെ പേര്. അതിൻ്റെ അകത്ത് നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ഒരാളുടെ പേര് കാണും. നമ്മുടെ വോട്ടറായിട്ടുള്ള എൻ്റെ പേരാണെങ്കിൽ അനസ് എന്നാണെങ്കിൽ അനസിൻ്റെ അച്ഛൻ്റെ പേരിൻ്റെ പേര് അവിടെ കാണും, അതിവിടെ വെക്കണം. പിന്നെ ആ ബന്ധം, ആ അച്ഛൻ്റെ പേര് എഴുതിയിട്ട് പിതാവെന്ന് എഴുതുക. ജില്ല ഏതാണെന്ന് വെച്ചാൽ അത് എഴുതുക. ആലപ്പുഴയാണ് എൻ്റെ ജില്ല, അതുകൊണ്ട് ഞാൻ ആലപ്പുഴ എന്ന് വെക്കുന്നു. സംസ്ഥാനത്തിൻ്റെ പേര് വെക്കുന്നു, കേരളം എന്ന് വെക്കുക. നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് വെക്കുന്നു, ഞാനത് കുട്ടനാടെന്ന് വെക്കുന്നു. അങ്ങനെ പിന്നെ ചോദിക്കും നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ. നമ്മുടെ വോട്ടർ പട്ടികയിൽ ഓരോ നിയമസഭാ മണ്ഡലം ഇപ്പം 2015 നിയമസഭാ മണ്ഡലമല്ല, 2025 നിയമസഭാ മണ്ഡലമല്ല 2002 അത് ഏതാണ് നമ്മൾ വോട്ടർ പട്ടിക നോക്കി വേണം വെക്കുവാൻ. അതിൻ്റെ പാർട്ട് നമ്പർ, അതിൽ എത്രാമത്തെ ക്രമ നമ്പറിലാണ് നമ്മുടെ പേര് വന്നിട്ടുള്ളത് എന്നാണ് ഈ ഭാഗത്ത് വെക്കേണ്ടത്. ഇനി ഒരുപക്ഷെ നമുക്ക് 2002 വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരില്ല എങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ളവർക്കാണ് ഈ മൂന്നാമത്തെ ഭാഗമുള്ളത്. ഇവിടെ 2002 വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ആണെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ വിവരങ്ങളാണ് ഇവിടെ രേഖപ്പെടുന്നത്. ഇപ്പം ഞാൻ ഉദാഹരണം, എനിക്കിപ്പം 40 വയസ്സുള്ളത് സങ്കല്പിക്കുക. അപ്പം ഞാൻ എൻ്റെ പേരും വിവരങ്ങളും ഈ ഒന്നാമത്തെ ഭാഗത്തിൽ കൊടുത്തു. അപ്പോൾ രണ്ടാമത്തെ ഭാഗത്തിൽ എൻ്റെ പേരില്ല എന്ന് ഉറപ്പായല്ലോ. അപ്പോൾ ഈ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ ഒന്നും എഴുതണ്ട, അത് നമ്മൾ നേരെ ഇങ്ങോട്ട് വരുന്നു. ഈ 2002 വോട്ടർ പട്ടിക ഇല്ലാത്ത ആളാണെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ വിവരങ്ങൾ എഴുതേണ്ട ഭാഗമാണിവിടെ. ഉറപ്പായിട്ട് നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ നമ്മുടെ വല്യച്ഛൻ്റെയോ വല്യമ്മയുടെയോ നമ്മുടെ അച്ഛൻ്റെ സഹോദരങ്ങളുടെയോ പേര് ഏതായാലും വോട്ടർ പട്ടികയിൽ എവിടെയെങ്കിലും ഒന്ന് കാണും. ആ പേര് നമ്മൾ കണ്ടെത്തിയിട്ട് ഇവിടെ നമ്മളത് പൂരിപ്പിക്കണം. ആ പൂരിപ്പിച്ചിട്ട് ആ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് വേണം, വോട്ടറുടെ ഒപ്പ് ഏറ്റവും അടിയിൽ ഇടാനൊരു ഭാഗമുണ്ട്. ആ ഒപ്പും കൂടെ രേഖപ്പെടുത്തിയിട്ട് വേണം BLOയ്ക്ക് ഈ ഫോം തിരിച്ചു നൽകാൻ. ഒപ്പിടാത്തൊരു ഫോമും നമ്മുടെ BLO സ്വീകരിക്കുകയില്ല. അത് സ്വീകരിച്ചാൽ തന്നെ നമ്മൾ അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ERO അത് റിജക്റ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് എന്നാണ് നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഒപ്പിട്ട് തന്നെ നമ്മളെല്ലാവരും ഈ ഫോം തിരികെ നൽകാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക. ഓക്കെ.